ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രേക്ഷകരുടെ ആ ഒരു ചിന്ത തെറ്റിച്ച് ഈ ഒരു മിത്രമാണോ ശത്രുവാകാൻ പോകുന്നത്? അതേ കൂട്ടുകാരെ, അത് തന്നെയാണ് ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ മഹാലക്ഷ്മി വന്നിട്ട് നമ്മുടെ കണ്ണേട്ടനോട് പറയുന്നുണ്ട്, എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മുടെ അനന്തവും നമ്മുടെ കണ്ണനും എല്ലാവരും ഭയങ്കര ഹാപ്പി ആട്ടോ. അപ്പോൾ നമ്മുടെ അനന്ത് പറയുന്നുണ്ട്, ഇനി ഞങ്ങളുടെ ആ ഒരു പ്ലാനൊന്നും വേണ്ടി വരില്ലടാ കണ്ണ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ്റെ മുഖം ആകെ മാറിപ്പോകുന്നൊക്കെയാണ് കേട്ടോ. പിന്നീട് നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി എത്രയും വേഗം നമുക്കൊരു കുഞ്ഞായിരിക്കും വരാൻ പോകുന്നേ, നമ്മുടെ സ്വന്തം കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണന് അപ്പോഴും ഒരു നിരാശയായിട്ട്. അപ്പം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എൻ്റെ ഈ സംസാരം അങ്ങനെ കണ്ടിട്ടും തള്ളിക്കളയൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നീടാണ് നമ്മുടെ ആ ഒരു രക്ഷകനെ മാർക്കോയെ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇയാൾ യഥാർത്ഥത്തിൽ മിത്രമോ ശത്രുവോ എന്ന് എടുത്തു പറയുന്നുണ്ട്. ഇനി ഇദ്ദേഹം തന്നെ ആയിരിക്കുമോ പിന്നീട് നമ്മുടെ കണ്ണനെ കൊല്ലാൻ ഇല്ലാതാക്കാൻ വരാൻ പോകുന്നത്? അങ്ങനെ ഒരു ട്വിസ്റ്റ് വേണമെങ്കിൽ സംഭവിക്കാം കൂട്ടുകാരെ, പറയാൻ സാധിക്കില്ല. അപ്പം നമ്മുടെ മഹാലക്ഷ്മിക്ക് ഒരു സംശയമുണ്ട്, തന്നെ രക്ഷിച്ച ആ ഒരാൾ തന്നെയാണോ കണ്ണേട്ടനെയും രക്ഷിച്ചത്? അയാൾ തന്നെയാണോ ഈ മാർക്കോ എന്നിങ്ങനെ നമ്മുടെ കണ്ണനോട് പറയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. എന്നിട്ട് മഹാലക്ഷ്മി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇതോടുകൂടി എനിക്ക് ഒരു കാര്യം മനസ്സിലായി കണ്ണേട്ട, നമ്മളെ ഉപദ്രവിക്കാനോ ഇല്ലാതാക്കാനോ പെട്ടെന്നൊന്നും ആർക്കും അങ്ങനെ സാധ്യമാകില്ല എന്ന് പറയുന്നുണ്ട്. ആരോ ഒരാൾ അവിടെ കൂടി ഇവരുടെ നിഴൽ പോലെ കടന്നു വരുന്നുണ്ട്. ഇനി അത് മാർക്കോയായിരിക്കുമോ ശരിക്കും യഥാർത്ഥത്തിൽ കണ്ണന്റെ കൊലയാളിയാകാൻ പോകുന്നത്? കാത്തിരുന്നതിനെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.